വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ചെയർമാൻ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് താക്കോലൊക്കെ കൊണ്ടുവന്ന് താ എന്ന് പറഞ്ഞ് ചെയർമാൻ വാശി പിടിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സെർവന്റും നേരത്തെ ചുങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ഒരു മുറിയുണ്ടല്ലോ, ആ ഒരു മുറിയുടെ താക്കോലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇത് വെറുമൊരു സ്റ്റോർ റൂം ആണെന്നൊക്കെ പറഞ്ഞ് ജിമ്മി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചെയർമാനും പെട്ടെന്ന് തന്നെ റൂമൊക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ചുങ്ങയുടെ കുറച്ച് ഡ്രസ്സ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചുങ്ങയ്ക്ക് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് മാറ്റിവെച്ചതാണെന്നൊക്കെ ആയിരുന്നു ജിമ്മിയും ചെയർമാനോട് പറയുന്നത്. പക്ഷെ ചെയർമാനും ജിമ്മിനെ തള്ളിയിട്ടതിന് ശേഷം അവിടുത്തെ ഭിത്തിയിലുണ്ടായിരുന്ന കുറെ പേപ്പേഴ്സ് ഒക്കെ കീറി കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൽ നിറയെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉള്ളതും ചെയർമാൻ കാണുന്നു. പഠിപ്പിക്കുന്ന സമയത്തൊക്കെ തന്നെ അവൾ ഒരുപാട് വയലന്റ് ഒക്കെ ആയിട്ടുണ്ട്. എന്നെ കടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവളാകട്ടെ ഞാൻ അവളെ ശല്യം ചെയ്യാതിരിക്കുവാനായിട്ട് ഈ റൂമിൽ കയറി ഒളിച്ചിരിക്കും. ചുങ്ങിക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് ഒരു റൂമൊക്കെ ഉള്ളത് നല്ല കാര്യമാണെന്നായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ജിമ്മി പറയുമ്പോഴത്തേക്കും ചുങ്ങനെ ജിമ്മി എലിയോടൊക്കെ താരതമ്യം ചെയ്യുന്നത് കാണുന്ന ചെയർമാനും ദേഷ്യം വന്നിട്ട് അവളെ തല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന സെർവൻസിനോട്, നിങ്ങളാകട്ടെ ഒരു കുട്ടിയുടെ ജീവിതമാണ് നശിപ്പിച്ചത്. ഇത്രയേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒരിക്കൽ പോലും എന്നെ അറിയിക്കുവാനായിട്ട് തോന്നിയില്ല. ഇന്ന് തന്നെ നിങ്ങളെ എല്ലാവരും ഞാൻ പിരിച്ചുവിട്ടിരിക്കുകയാണെന്നൊക്കെ ചെയർമാനും പറയുന്നു. ആ ഒരു കൂട്ടത്തിൽ ജിമ്മിനെയും പിരിച്ചുവിടുകയാണ്. അതായത് ചെയർമാൻ ഇതുവരെയായിട്ടും ജിമ്മിനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് തന്റെ മകൾക്ക് അതൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവളെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് കണ്ടതായിരുന്നു. നിന്റെ മക്കളെയും കൊണ്ട് ഇന്ന് തന്നെ വീട് വിട്ട് ഇറങ്ങി പോയിക്കോളാനൊക്കെ പറഞ്ഞിട്ട് ചെയർമാനും പോകുകയാണ്. ഞാൻ അങ്ങനെ പോകുവാനായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. ഉൻകുൾ കാരണമാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പെരുമാറുന്നത്? അവനും ചുങ്ങനെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം എന്റെ അടുത്ത് പണമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണം കൊടുക്കാത്തതിന്റെ വാശിക്കാണ് അവൻ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിമ്മിയും ചെയർമാനോട് പറയുന്നു. അവനും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറെ പണവുമായിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ ജിമ്മി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡോറൊക്കെ തുറന്നുകൊണ്ട് ഉണ്ണിക്കോളും അകത്തേക്ക് കയറി വരികയാണ്. ഉണ്ണിക്കോളിനെ അവിടെ വെച്ച് കാണുന്ന ജിമ്മി മൊത്തത്തിലൊന്ന് ഞെട്ടുന്നു. ഇനി ഉണ്ണിക്കോളാകട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകുവാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതിന് മുമ്പിലായിട്ട് ചെയർമാൻ അയച്ചിട്ടുണ്ടായിരുന്ന ആള് കുറച്ച് പോലീസുമായിട്ട് എത്തുന്നത്. അയാളാകട്ടെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഉണ്ണിക്കോളിനെ പിടിച്ചുകൊണ്ട് വന്ന സമയം തൊട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തിയിട്ടുമുണ്ടായിരുന്നു. ഓൺഗ്യോളും ജിമ്മി ചുങ്ങയുടെ അടുത്ത് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ചെയർമാൻ ഒരു ഫാക്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ചെയർമാൻ ഒരു ആക്ഷനൊക്കെ എടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതും. ചെയർമാന്റെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ജിമ്മി എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും തെളിവൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ചെയർമാൻ എത്തിയിട്ടുള്ളതും. എവിടുന്നൊക്കെ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് ഒന്നും നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ പോലും ഇനി സാധിക്കുകയില്ല എന്നൊക്കെ ഓണിക്കോളും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ചുങ്ങ ആർട്ടൊക്കെ ആയിരുന്നല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളും ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ഡിസൈൻ ഒക്കെ ചെയ്തു വെക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഒരു ഫുഡൊക്കെ ബോയ്സിന് എല്ലാവർക്കുമായിട്ട് അവൾ കൊടുക്കുന്നു. പക്ഷെ അവരും ഫുഡൊക്കെ വായിൽ വെക്കുമ്പോൾ തന്നെ അതിന് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുകയാണ്. പക്ഷെ ഏച്ചന് മാത്രമായിരുന്നു ഒരു കുറ്റവും പറയാതെ ആ ഒരു ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നത്. അതും നോക്കി ചുങ്ങയും ഇരിക്കുന്നു. ചെയർമാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചുങ്ങനുമായിട്ട് നീ വീട്ടിലേക്കൊന്ന് വരാമോ എന്നൊക്കെ ഓണിക്കോളും ഈച്ചനെ വിളിച്ച് ചോദിക്കുന്നു. ചുങ്ങനം കൊണ്ട് വീടിന് മുമ്പിലെത്തുന്ന ഈച്ചനും നീ ഒരിക്കലും അവരോട് ക്ഷമിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരാം. ഞങ്ങൾ എല്ലാവരും നിന്റെ ഒപ്പം തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ചുങ്ങനെ അവിടെ നിർത്തിയിട്ട് ഈച്ചൻ പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും ചുങ്ങയാകട്ടെ അച്ഛനെ കാണിക്കുവാനായിട്ട് ഈച്ചനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു. ചെയർമാന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈച്ചനും ചെയർമാനുമായിട്ട് തനിച്ച് സംസാരിക്കുകയാണ്. എന്റെ മുത്തശ്ശിക്ക് സൈൻ ലാംഗ്വേജ് ഒന്നും അറിയിക്കുകയില്ല. എങ്കിൽ പോലും ദിവസം മുഴുവൻ ചുങ്ങയോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണാം. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് തരണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളും ഇത് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു ബുക്കൊക്കെ ചെയർമാൻ അവൻ നൽകുന്നു. ലോകത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്ന പ്രായം വരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീൽഡ് ആയിരിക്കും നമ്മുടെ അച്ഛൻ. അങ്ങനെയാണ് ഏർണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയിട്ടില്ല. പക്ഷെ ചുങ്ങയ്ക്ക് അങ്ങനെ ഒരു അച്ഛനെ കിട്ടട്ടെ എന്നാണ് എന്റെ ആഗ്രഹമെന്നും അവൻ പറയുന്നു. എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചുങ്ങയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്നൊക്കെ ഉണ്ണികൾ പറയുമ്പോഴത്തേക്കും, എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നീ നിന്റെ പ്രോബ്ലംസ് ഒക്കെ മറന്ന് ഇവിടെ ജീവിക്കുക? നീ നിന്റെ അച്ഛനെ കാണുവാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. നിനക്ക് എന്ത് കാര്യമാണോ ഇഷ്ടപ്പെടാത്തത് നീ അദ്ദേഹത്തിനോട് അത് തുറന്നു പറയണം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ട്രോഫി അല്ല എന്ന് തുറന്നു പറയുവാനുള്ള ധൈര്യമൊക്കെ നീ കാണിക്കണമെന്നായിരുന്നു ഈച്ചനോ അവനോട് പറയുന്നത്. ഇതുപോലെ തന്നെ ഉൺഗ്യോൾ ഒരിക്കൽ തുറന്നു പറഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു, നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നീ ഉള്ളിൽ കൊണ്ട് വെക്കുകയല്ല ചെയ്യേണ്ടത്. അതിനാണ് നിന്റെ ഫാമിലി കൂടെ ഉള്ളത്. നീ ആ ഒരു കാര്യമൊക്കെ ഞങ്ങളോട് തുറന്ന് പറയണമായിരുന്നു എന്നൊക്കെ ഈച്ചനും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അതിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് അതിന് മ്യൂസിക് കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അങ്ങനെയുള്ള നിങ്ങളെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ
അവനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീയും അദ്ദേഹത്തിനോടൊന്നും തുറന്നു പറയാതെ ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയതെന്നൊക്കെ ഈച്ചൻ പറയുമ്പോഴത്തേക്കും ആയിരുന്നു താൻ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ ഉണ്ണിക്കോളും മനസ്സിലാക്കുന്നത്. മുത്തശ്ശിക്ക് എന്നെക്കാളും ഇഷ്ടം ഉണ്ണിക്കോളിനെയാണ്. ഇന്നലെ കണ്ട ചുങ്ങയുമായിട്ടാണ് മുത്തശ്ശി ഏറ്റവും കൂടുതൽ അടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി എന്നെ ഒട്ടും തന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈച്ചൻ ഇരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിക്കും ഈച്ചനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് സന്തോഷിക്കുന്ന അവനും മുത്തശ്ശിയുടെ കൂടെ കിടക്കുന്നു. അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ണിക്കോളും മുത്തശ്ശിയുടെ കൂടെ പോയി കിടക്കുകയാണ്. ഉണ്ണിക്കോള് രാത്രിയിലൊന്ന് കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഈച്ചൻ ഉണ്ടായിരുന്നില്ല. അതേസമയം ഒരു പാട്ടിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്ന അവനും നിനക്ക് എവിടെ നിന്നുമാണ് ഈ ഒരു പാട്ടൊക്കെ അറിയാവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈച്ചന്റെ അടുത്തേക്കും ചെല്ലുന്നു. അപ്പോഴായിരുന്നു ഈ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാനാണെന്നൊക്കെ ഈച്ചൻ പറയുന്നത്. വിവാ ഗ്രാൻഡ്പ ഒരിക്കൽ ഉണ്ണിക്കോളിന് ഒരു പാട്ടൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ ലിറിക്സ് ഒക്കെ നിനക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിനക്ക് ആ ഒരു ഗിത്താർ ഞാൻ നൽകുന്നതായിരിക്കുമെന്നും അന്ന് ഗ്രാൻഡ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് ആരാണ് എഴുതിയതെന്നൊക്കെ ഉണ്ണിക്കോൾ ചോദിക്കുമ്പോഴത്തേക്കും ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിനക്കത് മനസ്സിലാക്കുകയില്ല. എന്തായാലും ആരാലും അറിയപ്പെടാതെ പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇത് എഴുതിയതെന്നൊക്കെ ആയിരുന്നു അന്നും ഗ്രാൻഡ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ആ സോങ് എഴുതിയിട്ടുണ്ടായിരുന്നത് സ്വന്തം അച്ഛൻ തന്നെ ആണെന്നുള്ള സത്യമൊക്കെ അവന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺടെസ്റ്റിന് വേണ്ടി പാടുവാൻ പോകുന്ന പാട്ടൊക്കെ ഷൈനിങ് അല്ലേ എന്ന് ഉണ്ണിക്കുൾ ചോദിക്കുകയാണ്. പക്ഷെ അവനാകട്ടെ ഈ ഒരു കോൺടെസ്റ്റിന് ശേഷം താൻ ബാൻഡെ ഉപേക്ഷിക്കുകയാണെന്നായിരുന്നു ഉണ്ണിക്കുളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവനും ഗ്രാജുവേഷനൊക്കെ കഴിയണമെന്ന് മുത്തശ്ശിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാൻഡ് ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും പഠിക്കുവാനായിട്ടൊക്കെ പോകുകയാണെന്ന് അവനും പറയുന്നു. അവനും സ്വന്തം യൂത്തിന് വേണ്ടി ഈ ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. പണ്ടാകട്ടെ ഈ ഒരു സോങ് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നത് കോൺടെസ്റ്റിന് വേണ്ടി സ്വന്തമായിട്ട് പാട്ട് എഴുതണമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു. അവൻ ആ പാട്ടിന്റെ നടുക്കത്തെ ഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിന്റെ തുടക്കവും അവസാനവും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ണിക്കോളും ഞാൻ നിന്നെ സഹായിക്കാമെന്നൊക്കെ അവനോട് പറയുന്നു. പക്ഷെ രണ്ട് കണ്ടീഷൻസ് ആണ് ഉണ്ണിക്കോളിനുള്ളത്. അവൻ ഈ പാട്ട് ക്യാമ്പസ് സോങ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പാടാമെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നടക്കുന്നിടം വരെ ഒരിക്കലും ഈ ഒരു പാട്ട് പുറത്തറിയുവാനായിട്ട് പാടില്ല. പിന്നെ നാളത്തെ ദിവസം നീ വെളിയിലേക്ക് ഇറങ്ങരുത്. ഫുൾ ടൈം വീടിനകത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് കൂടി ഉണ്ണിക്കോൾ പറയുന്നു. നീ എപ്പോഴും എന്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും എന്റെ നല്ലതിന് വേണ്ടി ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നീ പറയുന്നത് പോലെ തന്നെ ഞാൻ കേട്ടോളാം എന്നൊക്കെ അവനും പറയുന്നു. ഈ ഒരു തവണയെങ്കിലും ഈച്ചന്റെ സ്വപ്നത്തെ ഇല്ലാതാക്കരുത്. അവനും അവന്റെ യൂത്തിനെയൊക്കെ ആഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഏതെങ്കിലും ദൈവങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദൈവങ്ങളോടായിട്ട് ഉണ്ണിക്കോൾ പറയുന്നു. ഉണ്ണിക്കോളും കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പാട്ടൊക്കെ പഠിച്ചു വെച്ചതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനും ആ ഒരു പാട്ടൊക്കെ ഈച്ചനെ വായിച്ച് കേൾപ്പിക്കുന്നു. ഇനി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ മാജു അവരുടെ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. ഈച്ചൻ റൂമിലെ ഗിത്താറുമായിട്ട് ഇരിക്കുവാൻ തുടങ്ങിയിട്ട് കുറെ നേരമായെന്നൊക്കെ മുത്തശ്ശി പറയുകയും മുത്തശ്ശി ഈച്ചനെ വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈച്ചനാകട്ടെ എന്തോ ഒന്ന് റെക്കോർഡൊക്കെ ചെയ്യുകയായിരുന്നു. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. മുത്തശ്ശിയുടെ സൗണ്ട് കാരണം അതും കുളമായെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈച്ചൻ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. ഇനി ബാൻഡിലെ ബാക്കി അംഗങ്ങളും കൂടി വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ഈച്ചനെ ഇന്ന് തനിച്ചാക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ മാജുവിനോട് പ്രത്യേകമായിട്ട് ഉണ്ണിക്കുൾ പറയുന്നു. അതായത് മാജുവിനായിരുന്നല്ലോ അന്ന് ഈച്ചനെ തനിച്ചാക്കിയതിൽ ഏറ്റവും കൂടുതൽ കുറ്റബോധം ഉണ്ടായിരുന്നത്. ഇനിയും ആ ഒരു കുറ്റബോധമൊന്നും തോന്നാതിരിക്കുവാനായിട്ടായിരുന്നു ഉണ്ണിക്കുൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മാത്രമല്ല വലുതാകുന്ന സമയത്ത് പോലും നിങ്ങൾ ഒന്നിച്ചു വേണം ഉണ്ടാകുവാൻ എന്നൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ണികൾ പറയുന്നുമുണ്ട്. ഏത് സമയത്താണ് ആക്സിഡന്റ് സംഭവിക്കുക എന്ന കാര്യമൊന്നും ഇവർക്ക് അറിയിക്കില്ല. ഇവരാകട്ടെ ചോയുടെ കടയുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വണ്ടി വരുവാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ ആ ഒരു ബുക്ക് സ്റ്റോറിന്റെ ഒക്കെ മുമ്പിൽ ചെല്ലുവാനായിട്ടും ഉണ്ണിയോനെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നത്. കഴിഞ്ഞ തവണ ഈച്ചൻ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടീനെ ഇത്തവണ ഉണ്ണിയുമാണ് കാണുന്നത്. അവളും ആ കുട്ടി പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് തന്നെ മര്യാദയ്ക്കൊക്കെ നിൽക്കുവാനായിട്ടും ആവശ്യപ്പെടുന്നു. കുട്ടിയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവളും ആ കുട്ടിയുടെ പിറകെ ഓടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഉണ്ണിക്കുള്ളിനെ കോൾ ചെയ്യുകയാണ്. അതായത് ആ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈച്ചൻ ഇപ്പോൾ സേഫ് ആണ്. ഞാനും നിന്റെ വീട്ടിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് എനിക്ക് ഒരിടം വരെ പോകുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയും ആകട്ടെ നേരെ ചോയുടെ ആ ഒരു കടയിലേക്കാണ് എത്തുന്നത്. അന്ന് ചോയിനെ കാണുവാനായിട്ട് ഒരു അതിഥിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുവെന്ന് ഉഡ്ഹോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു അതിഥി ആരായിരിക്കുമെന്നൊക്കെ അറിയുവാനായിട്ടായിരുന്നു ഉണ്ണി എത്തിയിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളും അവളുടെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെ കാണുകയാണ്. ജോയിനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരാൾ സേക്യുങ് തന്നെ ആയിരുന്നു. സേക്യുങ്ങും ഒരു ടാക്സിയിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും അവളും സേക്യുങ്ങിന്റെ പിന്നാലെ പോക്കുകയാണ്. അപ്പോഴാകട്ടെ ഇതിനു മുമ്പ് സംഭവിച്ച അതായത് 2022 സംഭവിച്ച മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നു. ഞാൻ US-ലായിരുന്ന സമയത്ത് ഒരിക്കലും എന്റെ പേരൻസിനോട് പറയാതെ അവിടെ നിന്നും കൊറിയയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ അച്ഛനോട് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറയണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ഉത്തരങ്ങളും എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും തന്നെ അച്ഛനോട് പറയുവാനായിട്ട് കഴിഞ്ഞില്ല.
അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങളും ഒരു ടീ ഒക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്നും പോയി. പക്ഷെ അതിനുശേഷം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാനും അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സേക്കിങ്ങും പറയുന്നു. അങ്ങനെ ഇവർ കുറെ ദൂരമൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് സേക്കിങ്ങിനെ ഉണ്ണിയൂനെ നഷ്ടപ്പെടുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.